ഹായ്, ഞാൻ സല്ലു. ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചൈനീസ് ബോൾസത്തിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 93,000 വ്യൂസാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടിയത്. നല്ല ഒരു പ്രതികരണമായിരുന്നു. കാരണം നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നത് ചൈനീസ് ബോൾസം നമ്മൾ നടുന്ന രീതി, അതിൻ്റെ പോട്ടിംഗ് മിക്സ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചൈനീസ് ബോൾസം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പലപ്പോഴും ഈ ചൈനീസ് ബോൾസം വാങ്ങിച്ച് പരാജയപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഈ തണുപ്പുള്ള കാലാവസ്ഥകളിൽ മാത്രം നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കി നിൽക്കുന്ന ഊട്ടി ബാൽസം, അതായത് ചൈനീസ് ബാൽസം എന്ന് പറയും, ചിലർ ഊട്ടി ബാൽസം എന്ന് പറയും. അത് എങ്ങനെ നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞറിയാലോ, നല്ല ചൂടുള്ള സമയത്ത് നല്ല ചൂടും അതുപോലെ മഴയുള്ള സമയത്ത് ചെറിയൊരു തണുപ്പൊക്കെ കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ് തൃശ്ശൂർ, ഈ നമ്മുടെ കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള സ്ഥലങ്ങൾ. എന്നാൽ വയനാട്, മൂന്നാർ, അതുപോലെ ഊട്ടി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ തണുപ്പ് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നന്നായിട്ട് തണുപ്പ് നിൽക്കുന്നിടത്ത് നന്നായിട്ട് പൂവ് നൽകുന്ന ഒരു ചെടിയാണ് ഈ ഊട്ടി ബാൽസം. പലരും ഇത് നമ്മുടെ നേഴ്സറികളിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് കൊതിയോടുകൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും അത് ചീഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കെട്ടുപോകുന്ന ഒരു രീതിയാണ്. അത് എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം ഞാനിത് നേഴ്സറികളിൽ കണ്ട് ഇഷ്ടം തോന്നി നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് നല്ല രീതിയിൽ ഓമനിച്ച് ചെടിച്ചട്ടിയിലേക്ക് ആക്കിയാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ഒന്നുകിൽ ചീഞ്ഞു പോകും, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോയി മുരടിച്ചു പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പലർക്കും വന്നിട്ടുണ്ടാവുക. അപ്പം ഞാനിത് പല പ്രാവശ്യം നമ്മളത് ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് നേഴ്സറിയിൽ കാണുമ്പോൾ കൊതി തോന്നും. പിന്നെ പോരാത്തതിന് ഇപ്പോൾ നമുക്ക് പൂക്കൾ ചെടിത്തോട്ടത്തിൽ കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ ഈ ചെടികളിൽ ഇത് പല വെറൈറ്റികളുണ്ട്. ഊട്ടി ബാൽസം ഉണ്ട്, സാധാരണ ബാൽസം ഉണ്ട്, ചൈനീസ് ബാൽസം. അപ്പോൾ ഈ അതുപോലെ കാശിത്തുമ്പ എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ മഴക്കാലത്ത് ധാരാളം പൂക്കൾ തരുന്ന ചെടികളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൂക്കൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാളും അത് വേണ്ടാന്ന് വെക്കില്ല. പക്ഷേ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ വിലയൊക്കെ കൊടുത്തത്, വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നട്ടതിന് ശേഷം ഇത് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഞാനിത് വാങ്ങിക്കൊണ്ടുവന്ന് നട്ട് നന്നായിട്ട് പൂക്കളുണ്ടായി, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഞാൻ കൊടുത്ത പൊട്ടി മിശ്രിതം നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇത് എങ്ങനെയാണ് നട്ടിരിക്കുന്നതെന്നൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം, അതിലുണ്ടായിരിക്കുന്ന പൂക്കളെയൊക്കെ ഒന്ന് നിങ്ങൾ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന സാധാരണ ചൈനീസ് ബാൾസാണിത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ നട്ടാലും വലിയ കെയറൊന്നും കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് പൂവുണ്ടാകും. പക്ഷേ ഇതേപോലെയുള്ള ഊട്ടി ബാൽസം അല്ലെങ്കിൽ ഇതേപോലെ ഒത്തിരി വലുപ്പമുള്ള പൂക്കളുണ്ടാകുന്ന ഈ ചെടികൾ ഞാൻ സാധാരണ വയനാട്ടിൽ അല്ലെങ്കിൽ മൂന്നാർ, ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്രയും നല്ല മനോഹരമായിട്ട് പൂവുണ്ടായി കണ്ടിട്ടുള്ളൂ. പക്ഷെ നമുക്കും ഈ ഒരു മഴക്കാലത്ത് നമുക്ക് തണുപ്പ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ. അത്ര കൊടിയ വേനലിൽ ഇത്രയും ഭംഗിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ധൈര്യമായിട്ട് നിങ്ങൾ നഴ്സറിയിൽ കാണുകയാണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, കാരണം ഇത് വിജയിച്ച് കിട്ടുമോ എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് ശരിയായി നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നിയപ്പോൾ കുറച്ച് വലിപ്പം വെച്ചു. ചെടികളിലൊക്കെ ധാരാളം പൂക്കളായപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെ ചൈനീസ് ബാൽസ് നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതേ നടുന്ന പോട്ടിന് നല്ല എന്താ പറയുക, നീർവാഴ്ചയുള്ള നല്ല ഡ്രൈനേജൊക്കെ ഉള്ള ഹോളുള്ള വലിയ ചട്ടികൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ നന്നായിട്ട് പടർന്നു പോയിട്ട് നമുക്ക് ഈ ചെടികളിൽ ഒത്തിരി ശാഖകൾ, അതായത് വളർച്ച ഉണ്ടായാലാണ് ഇതേപോലെ ഒത്തിരി ശാഖകളായിട്ട് ചെടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ശാഖകളാണ് നമ്മൾ മുറിച്ച് നമ്മൾ അടുത്ത പോട്ടിലേക്കൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അത് ഇതുപോലെ ഇതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള നാടൻ വെറൈറ്റി കുറച്ച് കൂടുതൽ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വയലറ്റ് കളർ ഒക്കെ ഇതിൻ്റെയൊക്കെ തൈകൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ.
അപ്പോൾ അത് നടുന്ന രീതികളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടി ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ കെയറിങ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ നല്ല വിസ്താരമുള്ള ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളോ ഒക്കെ തിരഞ്ഞെടുത്താലേ നമുക്ക് നന്നായിട്ട് ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും, അതുപോലെ തന്നെ വേരോട്ടം കിട്ടി നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ വലിയ ചട്ടികൾ തിരഞ്ഞെടുക്കുക. നല്ല എന്താ പറയുക, പൊട്ടി മിശ്രിതം നല്ല കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകാനും അതുപോലെ എന്താ പറയുക കെട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നടുമ്പോൾ, ഞാനിത് നട്ടതോ ആയതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല, നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, ആ കവറിൽ മണ്ണുണ്ടല്ലോ, ആ മണ്ണിൻ്റെ ലെവലിൽ മാത്രമേ നമ്മൾ ചട്ടിയിൽ മണ്ണിടാൻ പാടുള്ളൂ. അത് ഇത് വെച്ചിട്ട് ഇതുകൊണ്ട് ഇതിൻ്റെ മുകൾ വശം എങ്ങനെയാണോ ആ കവറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ചുവട് വരുന്ന രീതിയിൽ നിങ്ങൾ നടാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയ വേരുകളൊക്കെ ചെറുതായിട്ട് പുറത്തേക്കൊക്കെ നിൽക്കുന്നുണ്ട്, അതുപോലെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഉൾപ്പെടെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം പെട്ടെന്ന് നമ്മുടെ മണ്ണായിട്ട് യോജിച്ച് പോകാൻ പറ്റാതെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറിൻ്റെ ലെവലിൽ തന്നെ ആയിരിക്കണം ഈ പോട്ടി മിക്സിലേക്ക്, ഈ ചട്ടിയിലേക്ക് നമ്മളിത് നടാനായിട്ട്. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഊർന്ന് പോകുന്ന രീതിയിൽ, ഒട്ടും ഈ തണ്ടിൽ വെള്ളം വേറെ കൂടുതൽ ജലാംശം നിൽക്കാൻ പാടില്ല. അറിയാലോ, വളരെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടാണ്, ഈ തണ്ടിൽ തന്നെ വെള്ളമാണ് കൂടുതലും. അപ്പോൾ അത് എന്താ പറയുക, കൂടുതൽ വെള്ളമാകാതെ പോകാനായിട്ടാണ് ഇത് മണ്ണിലേക്ക് കൂടുതൽ താഴ്ത്തി നടരുത്. അപ്പോൾ നിങ്ങൾക്കത് അറിയാമായിരിക്കാം, എങ്കിലും ഞാനതൊന്ന് ഷെയർ ചെയ്തതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന അതിൻ്റെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നടാൻ നേരത്ത് നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. എങ്ങനെയാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെയാണ് ഈ പോട്ടി മിക്സിൽ, ഇതിൽ കണ്ടാലറിയാം, ചകിരിയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല വേരോട്ടമുള്ള ഈ പോട്ടി മിക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ ചൈനീസ് ബാൽസം നടാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇതാണ്. സാധാരണ ഗ്രൗണ്ട് സോയിൽ, മണൽ കൂടുതൽ കലർന്ന മണ്ണാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണെടുത്തു, അതുപോലെ കുറച്ച് മാത്രം നമുക്ക് ജൈവവളം, അതായത് നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എടുക്കാം. പിന്നെ ഇതറിയാലോ, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തതാണ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ചകിരി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചകിരി ചോറുണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സാധാരണ ചകിരിയിൽ നിന്നും എടുത്ത ചകിരി കഷ്ണങ്ങളാണ്. അത് ഞാൻ ഈ ചെടിയിൽ പരീക്ഷിച്ചപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നുന്നു. നല്ല വേരോട്ടവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇങ്ങനത്തെ ചകിരി കഷ്ണങ്ങളാണ് വേണ്ടത്. തീരെ ചകിരി, നമ്മുടെ ചകിരി പൊടി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ചകിരി ചോറെന്ന് പറഞ്ഞെടുക്കുന്നത്, അത് ഈ ചെടിക്ക് വെച്ചാൽ വെള്ളം എപ്പോഴും ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടിയാണ്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഞാൻ ഇതുപോലത്തെ പൊട്ടി മിക്സ് ചേർത്തപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കേട്ടോ. പിന്നെ നല്ല ഡ്രൈനേജുള്ള ഒരു ചട്ടി തന്നെ നോക്കിയെടുക്കുക. അതിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലെ ഒട്ടുനുറുക്ക് ഇട്ടിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ഇടുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓപ്ഷണലാണ്, നമുക്ക് ഈ മിശ്രിതത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്താൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. അപ്പോൾ അത് ഒരു ചട്ടിക്ക് 2 സ്പൂൺ എന്ന രീതിയിൽ ഇട്ടാൽ മതി. കാരണം ഈ ചൈനീസ് ബാൽസം പോലുള്ള ചെടികൾക്ക് ഒരിക്കലും അധികം ജൈവവളത്തിൻ്റെ അല്ലെങ്കിൽ അധികം വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് നിർബന്ധമായിട്ടും ഞാൻ അതിൽ ചേർക്കാൻ പറയുന്നത് നമ്മുടെ സാഫാണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ് എൻ്റെ ചെടികൾക്കെല്ലാം. ഇതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചീച്ചിൽ, പൂപ്പൽ അല്ലെങ്കിൽ ഫംഗീസൊക്കെ വന്നാലുള്ള പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിൽ നമുക്ക് എന്തായാലും മണ്ണിനെയും കൂടി ഒന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ചെടി ഉഷാറാകും. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്പൂൺ ഒരു ചട്ടിക്ക് എന്ന രീതിയിൽ അതും ചേർത്ത് ഈ മിശ്രിതം എല്ലാം കൂടി യോജിപ്പിച്ച് നമ്മൾ ചട്ടിയിലേക്ക് നടുക. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സിലേക്കാണ് നമ്മൾ ഇങ്ങനെ ചെടി നടുന്നതെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ആ വെള്ളം ഒട്ടും അതിനകത്ത് കെട്ടിക്കിടക്കില്ല. കണ്ടോ, നേരെ അത് താഴത്തേക്ക് പോകും. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം എടുത്തിട്ട് ആ വെള്ളം നേരെ താഴത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഇതിനാവശ്യമുള്ളൂ. നിങ്ങൾ നിർത്താതെ നനച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം മാത്രം ഇവയ്ക്ക് മതി. പക്ഷേ ഇടയ്ക്ക് നല്ല ചൂടുള്ളപ്പോൾ 2 നേരം നനയ്ക്കുക. മഴക്കാലത്ത് അധികം നന വേണ്ട. മഴ കുത്തി വീഴുന്ന രീതിയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുവരെ നമ്മുടെ ജില്ല ചുരുട്ടുന്നതിനും അല്ലെങ്കിൽ മുരടിക്കുന്നതിനും പ്രാണികൾ കൂടുതൽ വന്ന് നമ്മുടെ ചെടികളൊക്കെ കൂടുതൽ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം
ഇതൊരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇത് ഒരു കീടനാശിനിയാണ്, ഇൻസെക്റ്റ് കൺട്രോളറാണ്. ഇത് നമുക്ക് ചെടികളിൽ പൂക്കൾ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമാണല്ലോ. അപ്പോൾ ചെടികളിൽ മാത്രം പൂക്കളെ അല്ലെങ്കിൽ കൂമ്പൊക്കെ മുരടിച്ച് പോകുന്നതിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, പേര് കണ്ടല്ലോ, ഡൂപോണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തണ്ട് തുരപ്പൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു പൊടിയാണ് ഇതിൻ്റെ അകത്ത്. അത് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ചേർത്താൽ നന്നായിരിക്കും. അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് എപ്പോഴും വേണ്ടത് നമുക്ക് ചെടികളിൽ ഒരു ഹോർമോൺ നമ്മൾ ഉപയോഗിക്കുന്നു ഞാൻ പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഒരു ഗ്രീൻ കെയറിൻ്റെ കാര്യം. അപ്പോൾ ഇതേപോലെയുള്ള ചൈനീസ് ബാൾസൊക്കെ പൂവിടാനായിട്ട് മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പൂണാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത്, വെള്ളത്തിൽ കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ഇലകളിലും തണ്ടിലും ഒഴിച്ചു കൊടുത്താൽ പൂവ് ഉണ്ടാകാനായിട്ടുള്ള ടെൻഡൻസി കൂടും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് വലിയ കയറിങ്ങൊന്നും ഇല്ലാതെ വയനാട്, മാനന്തവാടി ഭാഗത്തുള്ള ഒരു കുമളി ഭാഗത്തുള്ള സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ചൈനീസ് ബാൽസം ഒത്തിരി നന്നായിട്ട് പൂവിട്ട് കിട്ടുന്ന പോലെ ഈസി ആയിട്ട് നട്ടാൽ നമ്മുടെ നാട്ടിൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചൂട് കൂടുതൽ കാലാവസ്ഥയൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറേ മഴ ലഭിച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീടുകളിലുള്ളത് എങ്കിൽ ഇത് നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഇത് അതുപോലെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇത് വെക്കേണ്ട രീതി, ചെടി എപ്പോഴും നമ്മൾ സൺഷെയ്ഡ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൺഷെയ്ഡിൽ സൂര്യപ്രകാശം നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ എന്താ പറയുക, അതിൻ്റെ ലൈഫ് പോകും, എപ്പോഴും വാടി നിൽക്കും. അതുമാത്രമല്ല, ചെടികൾക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ഇല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഇലകൾ പൊട്ടാനൊന്നും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത തണൽ ഭാഗത്ത്, എന്നാൽ പാർഷ്യലി വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കണം. പിന്നെ അതുമാത്രമല്ല, നല്ല വെയിലുള്ളപ്പോൾ, മഴക്കാലത്തല്ല, നല്ല വെയിലുള്ളപ്പോൾ രാവിലെയും വൈകിട്ടും കുറേശ്ശെ വെള്ളം ഇവയ്ക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്കും ഈ ചെടികൾ കണ്ടാലറിയാം വാടി വളരെ എന്താ പറയുക, നമുക്ക് കണ്ടാൽ സങ്കടം തോന്നുന്ന രീതിയിലായിരിക്കും ഈ ചെടികൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചൈനീസ് ബാൽസത്തിൻ്റെ കെയറിങ് പറഞ്ഞു തന്നതും അതിൻ്റെ പൊട്ടി മിശ്രിതം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്ന ചെറിയ ചെറിയ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ, അതായത് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ എന്താ പറയുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.